സഹൃദയരെ കലാസ്നേഹികളെ, ഞാൻ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് കണ്ട് നിങ്ങൾ എത്ര പേര് ഇതൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഒന്ന് പറയണം, എൻ്റെ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നിങ്ങൾ എൻ്റെ റോസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എൻ്റെ തുടക്കം മുതലുള്ള ഒട്ടുമിക്ക വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ഇട്ടേക്കുന്ന മ്യൂസിക് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സിലെ മ്യൂസിക്കാണ് ഇട്ടേക്കുന്നത്. BGM ഹീമാൻ തുടങ്ങുന്ന സമയത്തുള്ള BGM വരുമല്ലോ. അത് കാരണം ഞാൻ അത്രയ്ക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ മനസ്സിൽ കയറിയ സൂപ്പർ ഹീറോസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഹീമാൻ എന്ന് പറയുന്നത്. അത് പറയാൻ കാര്യം ഞാനത് ഇന്നും അന്നും എന്നും ഈ സാധനം എൻ്റെ മനസ്സിലുള്ള ഒരു സാധനമാണ് ഹീമാൻ എന്നുള്ള കഥാപാത്രം. അപ്പോൾ അതാണ് ആ മ്യൂസിക് എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ റോസ്റ്റ് വീഡിയോ അവസാനം ഞാൻ ഈ മ്യൂസിക് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞാൽ, ആക്ച്വലി ഇപ്പോൾ ഇറങ്ങിയ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഡിസപ്പോയിന്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 90s മില്ലേനിയൻസ് ഈ പടം കണ്ട് അല്ലെങ്കിൽ ഈ കാർട്ടൂണൊക്കെ കണ്ട് കൊച്ചിലേക്ക് കണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എല്ലാവർക്കും ഇത് ദഹിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. പക്ഷെ പേഴ്സണലി എനിക്ക് ലൈക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ പടം തന്നത്. പഴയ ആ ഒരു സാധനങ്ങളോ ആ ഒരു ഫീല്, ആ സ്കെൽട്ടർ നമ്മൾ സ്ക്രീനിൽ കാർട്ടൂണിൽ നിന്ന് മാറി ലൈവ് അഡാപ്റ്റേഷൻ വരുമ്പോഴത്തേക്കും ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരുപാട് നാളായി ഹീമാൻ കണ്ടിട്ട്. എൻ്റെ മനസ്സിൽ ഈ സാധനം ഉണ്ടെങ്കിലും ഹീമാൻ എന്നുള്ള കാർട്ടൂണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ കണ്ടിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കണ്ടപ്പോൾ ഐ ആം റിയലി ഹാപ്പി. ലൈക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു നൊസ്റ്റാൾജിക് സാധനമാണ് ഈ ശക്തിമാൻ, നമ്മുടെ ആ സമയത്തുള്ള ഹീമാൻ, പോപ്പോയ്, ചിപ്പ് ആൻഡ് ഡെയിൽ, അങ്ങനത്തെ കുറേ കാർട്ടൂൺസ് ഉണ്ട് ഈ DD നാഷണലൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത്. എനിക്ക് ലൈവ് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമായി. അപ്പം അത് നമ്മളെ 90s കിഡ്സിനെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിനകത്ത്. ആ ഒന്ന് പഴയ ഒരു സാധനമല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരു ക്യാരക്ടർ മിസ്സിംഗ് ഉണ്ട്. ഞാൻ അത് പറയാനുള്ള, എനിക്ക് നിങ്ങൾ കാണുന്നതാണെങ്കിൽ വെറുതെ ഞാൻ ഓൾറെഡി അടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ബജറ്റിൻ്റെ പ്രശ്നമായിരിക്കാമെന്ന് തോന്നുന്നു. അത് ആനിമേറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം ജെറഡ് ആണ് സ്കെൽട്ടർ. കേട്ടാ ഭയങ്കര രസമാണ് ഈ സ്കെൽട്ടർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കോമഡി ഈ ആക്ച്വൽ ഹീമാൻ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ഹീമാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനകത്ത് ഈ സ്കെൽട്ടർ ആക്ച്വലി ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കഥാപാത്രമാണെങ്കിലും പുള്ളി കോമഡി കാണിക്കും. കാർട്ടൂൺ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അതേപോലത്തെ ഒരു സാധനമാണ് ഇതിനകത്ത് സ്കെൽട്ടർ ചെയ്തേക്കുന്നത്. എനിക്ക് ആ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മിക്കുള്ള ഞാൻ വേറെ റിവ്യൂസ് കണ്ടപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ആ ക്യാരക്ടർ ജെറഡ് ചെയ്തേക്കുന്നത്. ചിലരുടെ മോന്തൊന്നും ഇല്ല, സ്കെൽട്ടറിന് അറിയാമല്ലോ, അസ്ഥികൂടമാണ്. അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹീമാൻ എന്ന് പറഞ്ഞ സാധനം ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പോയി കാണുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 2 ദിവസം എനിക്ക് ഇന്നാണ് റിവ്യൂ ഇടാൻ പറ്റിയത്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പെർസ്പെക്റ്റീവ്, ഈ കാലഘട്ടത്തിലെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കണം. അതായത് ഇനിയുള്ള പിള്ളേർക്ക് വേണ്ടിയാണ് ആക്ച്വലി അവർ ആ കഥ അവതരിപ്പിച്ചതായാണ് എനിക്ക് തോന്നിയത്. അത് അങ്ങനെ ആയിരിക്കും അവരത് ചെയ്തു വെച്ചേക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല. എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, ബട്ട് തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് കണ്ടു നോക്കൂ.